മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകാം. കാസർഗോഡ് അമ്പലത്തറയിൽ ആസിഡ് കഴിച്ച് അച്ഛനും അമ്മയും മകനും മരിച്ചു. മറ്റൊരു മകന്റെ നില അതീവ ഗുരുതരമാണ്. വിവരങ്ങളുമായി KV ബൈജു ചേരുന്നു. ബൈജു, എന്തായിരുന്നു ആത്മഹത്യക്ക് പിന്നിൽ? എന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? അനുസരി അമ്പലത്തറ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പറക്കളയിലാണ് ഈ നാടിനെ നടുക്കിയ കൂട്ട ആത്മഹത്യ നടന്നിരിക്കുന്നത്. അതായത് ഒരു കുടുംബത്തിലെ 3 പേരാണ് ഇത്തരത്തിൽ ആസിഡ് കഴിച്ച് മരിച്ചത്. ഇതിൽ ഒരു മകന്റെ നില അതീവ ഗുരുതരമാണ്. അതായത് അമ്പലത്തറ പറക്കളായി 2-ാം പുളിക്കാലിലെ ഗോപി, ഭാര്യ ഇന്ദിര, മകൻ രാജേഷ് എന്നിവരാണ് മരിച്ചത്. ഇവരുടെ ഒരു മകൻ രാകേഷിനെ ഗുരുതര നിലയിൽ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ 4 മണിയോടെയാണ് ഈ നാടിനെ നടുക്കിയ സംഭവം ഉണ്ടായിട്ടുള്ളത്. 3 പേരും ആശുപത്രിയിലേക്കുള്ള വഴിമധ്യയാണ് മരിച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട വിവരം വരുന്നത് ഇവരൊരു കർഷക കുടുംബം എന്നാണ്. ഏതായാലും കടുത്ത സാമ്പത്തിക ബാധ്യതയിലായിരുന്നു ഇവർ. ഇതായിരിക്കാം ഈ കൂട്ട ആത്മഹത്യക്ക് കാരണമെന്ന് പറയുന്നു. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുള്ള പുറത്തു വരുന്നതേ ഉള്ളൂ. ഈ മരണപ്പെട്ട രാജേഷ് എന്ന് പറയുന്ന ആൾ ഹോസ്തുർ HE എന്റർപ്രൈസസിലെ ജീവനക്കാരനാണ്. എന്തായാലും അമ്പലത്തറ പോലീസ് സ്ഥലത്തെത്തി വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതിന്റെ സാമ്പത്തിക ബാധ്യതയാണ് കാരണമെന്ന് പറയുന്നു. പക്ഷേ ഇവരൊരു കർഷകരെ കുടുംബമാണ്. ആ രീതിയിൽ എന്തെങ്കിലും മറ്റേ സഹായം ലഭിക്കാതെ മറ്റും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നത് ഇപ്പോൾ അന്വേഷണത്തിലുണ്ട്. ഏതായാലും 3 പേർ മരിച്ചിരിക്കുന്നു. ഒരാൾ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അതീവ ഗുരുതര നിലയിൽ ചികിത്സയിലാണ്. ബൈജു, ഈ സാമ്പത്തിക ബാധ്യത എന്ന് പറയുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഭീഷണിയൊക്കെ അവർ നേരിട്ടിരുന്നു? അതിൽ ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. ഇവരൊരു കർഷക കുടുംബം, കടുത്ത സാമ്പത്തിക ബാധ്യത എന്ന് മാത്രമേ പ്രാഥമികമായി പോലീസിൽ നിന്ന് നമുക്ക് വിവരം ലഭിക്കുന്നുള്ളൂ. അത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അങ്ങേയറ്റം നാടിനെ നടുക്കിയ ഒരു സംഭവമായി മാറിയിട്ടുണ്ട്. ഇവരെ ആശുപത്രിയിൽ കൊണ്ടുപോകും വഴിയാണ് ഈ 3 പേരുടെയും മരണം സംഭവിച്ചിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പറക്കളായി 2-ാം പുളിക്കാലിലെ ഗോപി, ഭാര്യ ഇന്ദിര, മകൻ രാജേഷ് എന്നിവരാണ് ഇത്തരത്തിൽ മരിച്ചത്. രാകേഷ് എന്ന ഒരു മകനാണ് ഇപ്പോൾ ഗുരുതര നിലയിൽ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. അനുസരി, ശരി. കാസർഗോഡ് അമ്പലത്തറയിലാണ് ആസിഡ് കഴിച്ച അച്ഛനും അമ്മയും മകനും മരിച്ചത്. മറ്റൊരു മകന്റെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്.